ഹായ് ഗൈസ്, നമ്മുടെ FJ വ്ളോഗ്സിന്റെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഫോൺ ഇങ്ങനെ എന്താ പറയുക ട്രൈപോഡിൽ പിടിച്ചിട്ട് എന്താ പറയുക കൈ ഇങ്ങനെ പൊന്തിച്ചിട്ട് എടുക്കുന്നത്. ചിലപ്പോ കുലുക്കം ഉണ്ടാവും, ചിലപ്പോ ഇന്നലത്തെ വീഡിയോയിലുള്ള പോലെ ഫേസ് കാണുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പകുതിയെ കാണുന്നത് എന്ത് ചെയ്യാനാ, പഠിച്ചു വരുന്നല്ലോ. അപ്പൊ ഇന്നത്തെ വ്ളോഗിൽ ഞാനും താത്തയും ജാഫർക്കും മാത്രമേ ഉള്ളൂ. അപ്പൊ ഇന്ന് ഞങ്ങള് കുട്ടി ഷോപ്പിംഗ് വ്ളോഗാണ്. ആരുമില്ല ഞങ്ങളെ കൂടെ. മക്കളൊക്കെ വീട്ടിൽ നിർത്തിയിട്ട് ഞങ്ങൾ സുഖമായിട്ട് ഇറങ്ങി ഹോസ്പിറ്റലിൽ പോവാന്നാ പറഞ്ഞു. ബാങ്ക് കൊടുക്കുന്നു. ഇങ്ങനെ പിടിക്കുമ്പോ കൈ കടയുന്നുണ്ട് കേട്ടോ. അപ്പൊ ഗൈസ്, ഞങ്ങൾ ഇന്ന് പർച്ചേസിന് പോകുന്നത് നെസ്റ്റോയിലാണ്. അപ്പൊ ചെറിയൊരു ഷോപ്പിംഗ് വ്ളോഗ്. കൊറേ ആയി എന്താ പറയാ, സാധാരണ ഉമ്മച്ചി അവിടുന്ന് മേപ്പാടിയിൽ നിന്ന് തന്നെയാണ് സാധനം വാങ്ങല്. ഇപ്പൊ എന്താ പറയാ, അപ്പൊ ഇന്ന് നമുക്കൊരു പിന്നെ നാളെ സൺഡേ ആണ്. സൺഡേ ലീവ് ആവുമ്പോ ഞങ്ങൾ ശനിയാഴ്ച എന്നും നൈറ്റ് പുറത്തായിരിക്കും. നൈറ്റ് പുറത്തുനിന്ന് ഫുഡായിരിക്കും. അപ്പൊ ഇന്ന് ഞങ്ങള് അധികവും മക്കൾക്ക് താൽക്കാലികമായിട്ട് മുട്ടയൊക്കെ കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്ത് ഫുഡൊക്കെ വാങ്ങിയിട്ട് വരണം. ഇനി അവിടെ എത്തുന്ന വരെ ഉമ്മച്ചി വിളിച്ചോണ്ട് വെക്കും, എത്തിയില്ലേ എവിടെത്തി. ഈ വീഡിയോ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ ശ്രദ്ധിക്കാം. ചിലപ്പോ ഇതിപ്പോ ഞങ്ങൾ ഇറങ്ങിയ പാടെ എടുക്കുന്ന വീഡിയോ ആണ്. എത്ര പ്രാവശ്യം ഉമ്മച്ചി വിളിക്കും എന്നുള്ളത്. ഉമ്മച്ചി വിളിക്കും. ഞാൻ പറഞ്ഞ ഓർമ്മണ്ടോ, ഒരു ഷോപ്പിങ്ങിന് പോയപ്പോ ഞാൻ ഇതേ പറഞ്ഞ പോലെ ഷോപ്പിങ്ങിന് പോയപ്പോഴാ ഭാവി വന്നിട്ട് അതെങ്ങനെയാ അറിയാം, ഞാൻ പറഞ്ഞുതരാം. ഞങ്ങള് ഇതാണ് പ്രേമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഒരു ഞാൻ പ്ലസ് ടുവിലെ പഠിക്കും. പ്ലസ് ടുന്ന് തോന്നുന്നു, പ്ലസ് ടു 10th റുവ ആയതിനു ശേഷല്ലേ. അപ്പൊ പ്ലസ് ടു അപ്പൊ എന്നോട് ജാഫർക്ക് വിളിച്ചിട്ട് പറഞ്ഞു, താത്ത ഗ്രാൻഡ് ഫ്രഷിലുണ്ട്, എന്താണ് ഞാനുണ്ടോ? ഞാനും ഉണ്ട് ഗ്രാൻഡ് ഫ്രഷില്. ഗ്രാൻഡ് ഫ്രഷ് എന്ന് വെച്ചാൽ സൂപ്പർ മാർക്കറ്റ് കേട്ടോ. അതിന്റെ ഇനോഗ്രേഷൻ ആണെന്ന് ഞാനും അറിഞ്ഞ് താത്താന്റെ നാത്തൂനും അവിടെ ഉണ്ട്. വേഗം പൊയ്ക്കോന്ന് പറഞ്ഞു ഭാവിനോട്. ഞാനാണെങ്കിൽ ഒരു മണ്ടത്തി ഒരു ഇതും ഇല്ലാണ്ട് നാത്തൂനെ കാണാൻ പോവാ. എന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ഇംപ്രഷൻ ഉണ്ടാക്കാൻ വേണ്ടിട്ടാ. ഭാവിയിൽ ഇത് കാണാനല്ലോ. അപ്പൊ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് വേഗം പോയി പരിചയപ്പെടാൻ പറഞ്ഞത്. ബാക്കി കഥ പറയും. പക്ഷെ ഞാൻ വിചാരിക്കപ്പോ ഇപ്പൊ ഈ സമയത്തൊക്കെ ആണെങ്കിൽ നമ്മള് പോവോ? ഞങ്ങള് പ്രേമിക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നത് ഇവിടുത്തെ ജാഫർഖാന്റെ വീട്ടുകാർക്കും പൊതുവേ ജാഫർക്ക എവിടെ പോയാലും ഏത് ആളെ കൊണ്ട് ഇന്നെ വിളിപ്പിക്കും. ഇതാണ് ഇന്ന ആള്. ഞാൻ അധികം ആൾക്കാരോട് സംസാരിച്ചിട്ടുണ്ടാവും, കൺവിൻസ് ചെയ്യാൻ. കാരണം ഇവര് നോ പറയാൻ പാടില്ലല്ലോ. അപ്പൊ കഥ പറയും. അല്ല, അപ്പൊ അതാ ഞാൻ പറഞ്ഞേ ഫസ്റ്റ് അതിനെ. അപ്പൊ നമ്മളെ ചെറിയ മക്കളാ തോന്നുന്നു. ചെറിയ മക്കളാ. അപ്പൊ പെട്ടെന്ന് ഒരാള് വന്നിട്ട് ജാഫറിന്റെ താത്തല്ലേ? ഞാൻ ഓക്കെ നോർമൽ, കാരണം അങ്ങനെ ഒപ്പം പഠിച്ച കുട്ടികൾ വരലുണ്ട് പൊതുവെ. അപ്പൊ അതാണ് അത് പറയണോ? അമ്പോ മൗണ്ടില് ഫുള്ള്. അപ്പൊ ഞാൻ വിചാരിച്ച അതുപോലെ മൗണ്ട് ഓവറിൽ പഠിച്ച ഏതെങ്കിലും കുട്ടികളായിരിക്കും, കാരണം അവിടെ കുറെ പെൺകുട്ടികളെ എനിക്കറിയാം. നല്ല കവിതായിരുന്നു. എന്നിട്ട് അപ്പൊ അങ്ങനെ ആയിരിക്കും ചോദിച്ചാ. അപ്പോഴോട് ചോദിച്ചപ്പോ അല്ലല്ല, എനിക്കാണ് ഞാൻ അവിടെ പ്രോഗ്രാമിന് വരുമ്പോ ഒരു താത്ത വേറെ സ്കൂളിലാണ് പഠിച്ചത്. താത്ത എന്നിട്ട് മൗണ്ട് പാവ അതിനെ മാത്രം കൊണ്ടുപോയിട്ട് ഗേൾസിലാക്കി. എനിക്ക് അതിനെ പ്രേമിക്കാനും പറ്റിയില്ല, ഒന്നും പറ്റിയില്ല. ബോയ്സ് സ്കൂള് വേണ്ട, താത്താനെ കൊണ്ടുപോയിട്ട് നിങ്ങൾക്ക് മൗണ്ടിലാക്കാലോ. ഹൈസ്കൂളിൽ പോവാല്ലോ. അതിന് പ്രതിഷേധിക്കണം. അപ്പൊ എന്തായിരുന്നു, ഞാൻ ഇങ്ങോട്ട് വന്നു. ജാഫർഖാന്റെ താത്തല്ലേ ചോദിച്ചു. അപ്പൊ ഞാൻ ആന്നൊക്കെ പറഞ്ഞ് സംസാരിച്ച്. അപ്പൊ മൗണ്ടിലാണോ പഠിച്ചു ചോദിച്ചാ. അപ്പൊ അല്ല പറഞ്ഞ NSS അപ്പൊ NSS പഠിച്ചത് എനിക്ക് ചൊപ്പാണ്, ഒരേ ക്ലാസ്സിലായിരിക്കില്ലേ എന്ന് പറഞ്ഞ. ഞാൻ മണ്ടത്തിയാ അല്ല
ആണെന്ന് പറഞ്ഞാ പോരെ. അതിലെനിക്ക് പിന്നെ മനസ്സിലായി. മനസ്സിലായോ? അതില് അതുകൊണ്ടല്ലേ ഞാൻ ഓനോട് ഇതിന് കാഞ്ഞ ബുദ്ധിയാ. ഇത് ഞാനെനിക്കൊണ്ട് സൈത്താത്തന്റെ നാത്തൂന് ഒപ്പുണ്ട്. സൈത്താത്ത പ്രഗ്നന്റ് അല്ലല്ലേ? അത് ഓളം ചെറുതാന്ന് ഓളും ചെറുത്, സിയും ചെറുതാ. കാരണം സിയ രൂപ ഒരേ ഏജ് അല്ലേ. അപ്പൊ സൈത്താത്തനോട് അപ്പം തന്നെ ഞാൻ പറഞ്ഞു എന്താണാവോ അങ്ങനെ. പക്ഷെ നിങ്ങൾക്ക് അങ്ങനെയല്ലല്ലോ ഡൗട്ട് കുടുങ്ങിയത്. ഞാൻ ഇഷുവിന് റുവേനും ചോദിച്ചപ്പോ അത് ചോദിച്ചപ്പോ ദുബായിലാട്ടോ ഇഷുവിന് റുവേനൊന്നും എല്ലാവർക്കും അറിയില്ല. നമ്മളെ നാട്ടിൽ വരുന്ന ടൈമാ. അപ്പൊ ഉറപ്പിച്ചു ചോദിച്ചപ്പോ ഇഷുവിന് റുവേനൊക്കെ അത്ര അറിയാവുന്നുണ്ടെങ്കിൽ എന്തായാലും അപ്പൊ നിങ്ങക്ക് മനസ്സിലായില്ലേ എന്ത് നല്ല തങ്കപ്പെട്ട കുട്ടിയാണെന്നുള്ളത്. എന്നിട്ട് നിങ്ങൾ വീട്ടിൽ വന്നിട്ട് ജാഫർക്കാനോട് ചോദിച്ചോ? ചോദിച്ചല്ലേ ചോദിച്ചോ? ഫാത്തിമ നിങ്ങൾ ഇങ്ങനെ എല്ലാരും കൂടെ ഫുഡ് കഴിച്ചിരിക്കുമ്പോഴാ ചോദിച്ചത്? എന്നിട്ട് ഞാൻ ചോദിച്ചില്ല, ഞാൻ എന്തോ ചോദിച്ചത്. ഞാനൊന്നല്ല ചോദിച്ചത്, ഇങ്ങനെ വന്ന് പരിചയപ്പെട്ടിരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ എന്താണ് അപ്പൊ നിങ്ങളെന്താ പറഞ്ഞേ? ഇവർക്ക് അറിയാലോ ഞാൻ ഓൾറെഡി. അപ്പം തന്നെ എന്നോട് ഒരാക്കിയ പോലെ ചോദിച്ച എനിക്ക് മനസ്സിലായി. അപ്പൊ തന്നെ ഞാൻ പറഞ്ഞിരിക്കുന്ന ആ ഒരു ഇതിൽ തന്നെ. പക്ഷെ അന്ന് നിങ്ങൾ നാട്ടിലില്ല, നിങ്ങൾ ബാംഗ്ലൂർ പഠിച്ചോണ്ടിരിക്കുക. എന്തായാലും അങ്ങനെ കൊറേ കഥകളുണ്ട്. ഞങ്ങള് ലവ് സ്റ്റോറി ഒന്നും പറഞ്ഞാൽ തീരൂല. നമുക്ക് എപ്പിസോഡ് ആയിട്ട് ചോദിക്കുന്നത് നമുക്ക് ഫുഡ് കഴിച്ചിട്ട് കേറണോ, എടുത്തിട്ട് പിന്നെ ഫുഡ് കഴിച്ചാ പോരെ? ഞാൻ ടൈമാവും 8 മണിയായി. അപ്പേക്കും അതല്ല, അപ്പേക്കും നെക്സ്റ്റ് ഒന്ന് കാലിയാവും. 9 മണിക്ക് തിരക്കാവോ? തിരക്കാവല്ല കാലിയാവും. പക്ഷെ എത്ര മണി? ഒരു 11 മണി വരെ ഉണ്ടാവും. 12 വരെ നമുക്ക് തട്ടുകട പോലെ വെച്ചിട്ടാ. തട്ടുകട KL12 അന്ന് കഴിഞ്ഞിട്ട് പോവാ. അതല്ലേ അപ്പേക്കൊക്കെ തീരും. ഇപ്പൊ 8 മണിയായിക്കുള്ളൂ. സാധനം തീരും അല്ലേ തട്ടുകടയിലോ? അതൊക്കെ തരും. ഇനിയും KL12 ഒരു KL12 പോകും. ഞങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെട്ടാ പിന്നെ ഞങ്ങൾ അത് കഴിച്ചുകൊണ്ട് വേറെ ഒന്നല്ല ഇങ്ങക്ക് ഇതാക്കി തരാന്ന് വെച്ചിട്ടാണ്. നമ്മളെ മറ്റേ ഇത് കുടിക്കാൻ പോലെ ചായ കുടിക്കാൻ പോണ താഴെ അവിടെ പോണം കേട്ടോ. ഇന്നിപ്പോ പറ്റൂല, അതില് കുട്ടികളെ കൂട്ടണം. അല്ലെങ്കിൽ അവിടെ പോകുമ്പോ പറയും ജാഫർക്ക് രണ്ടും. ഈ ഞങ്ങളില്ലേ ദുബായിലായാലും ഇവിടെ ആയാലും, ദുബായിലായിരുന്നു ഞങ്ങൾ ആദ്യം. അവിടെയും താത്തയും മക്കളും അളിയനോട് ഉണ്ടാവും. എന്നാലും ഞങ്ങള് നാട്ടോട്ടൊക്കെ വരുമ്പോ ജാഫർക്കും ഞാനും ലൂയി ഉണ്ടാവൂല, ജാഫർക്കും താത്തയും മക്കളും ഉണ്ടാവും. എന്നിട്ട് എല്ലാരും വിചാരിക്കും ജാഫർക്ക രണ്ടുപേരും. ഒന്നാമത് വെച്ചാല് ഞാനും താത്തയും എപ്പോഴും സെയിം ഡ്രസ് ഇടുക, എപ്പോഴും അത് തന്നെ. ഇപ്പൊ നമ്മളെവിടെയോ പോയപ്പോ ചിരിക്കണ്ടെന്നുള്ള 2 വൈഫ് വിട്ടുകൊടുക്കില്ല. ജാഫർക്കാരെ ഞാനും വിട്ടെടുക്കില്ല, താത്തയും വിട്ടെടുക്കില്ല. അപ്പുറം ഇപ്പുറം ഇരിക്കും. എല്ലാം മുഖച്ചായ സെയിമല്ല, മക്കളെ എല്ലാ മക്കളും എന്താ ചെയ്യാ. ആൾക്കാർ ചോദിച്ചിട്ട് വരെയുണ്ട് ഒരേപോലെ ഡ്രസ് പാസ്പോർട്ട് ആയിട്ട് ഇങ്ങനെ വന്നു. എമിഗ്രേഷൻ ഓഫീസർ കളിയുടെ കാര്യല്ലേ, വേഗം അടിച്ചടിച്ച് വേഗം പോവാറുണ്ട്. അതും ഐസി ഒരുപോലെ ഒരുപോലെ വിഷുറുവ ഒരുപോലെ. അന്ന് ഐസി അതും ചെറിയ കുട്ടികളാണ്, ചെറിയ 3 വയസ്സായിട്ടുള്ളൂ. ഒരേപോലെ ഡ്രസ്. കൊറേ പ്രാവശ്യം നമ്മുടെ ചോദിച്ചിട്ടുണ്ട് ജാഫർഖാനോട്, ഹസ്ബൻഡ് വൈഫാണോ രണ്ടുപേരും എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മളെപ്പോഴും അധികം ഒരേ ഡ്രസ്, ഞങ്ങൾ അധികം ഒരേ ഡ്രസ് അങ്ങോട്ടും ഇങ്ങോട്ടും. കാരണം ഈ ചേഞ്ച് ചെയ്യേണ്ട ആവശ്യം വന്നതുകൊണ്ട് ഇന്റെ ഡ്രസ് താത്തയോട്, താത്തയുടെ ഡ്രസ് ഞാനോട്. പിന്നെ അധികം ഉമ്മച്ചി ഡ്രസ് എടുത്തരാണെങ്കിൽ ഞങ്ങൾക്ക് രണ്ടാക്കും ഒരുപോലെ അപ്പൊ പിന്നെ മീശ വന്നോണ്ട് പിന്നെ പറയാണ്ട് നോക്കേ. അപ്പൊ ഗൈസ് ഞങ്ങൾ നെസ്റ്റോയിലെത്തി, നെസ്റ്റോനുള്ളിൽ കയറിയിട്ട് വീഡിയോ എടുക്കാം. ഗൈസ് ഞങ്ങൾ നെസ്റ്റോയിലെത്തി, പാർക്കിങ്ങിലാണുള്ളത്. ഇനി ഞങ്ങൾ ലിഫ്റ്റിൽ കയറണം. ലിഫ്റ്റിൽ കയറിയതിന് ശേഷം ട്രോൾ എടുത്തിട്ട് ആദ്യം നമുക്ക് കോസ്മെറ്റിക് സെക്ഷൻ അല്ലേ അവിടേക്ക് പോവാം, ഫസ്റ്റ് ഫ്ലോറിൽ പോവാം. അതൊക്കെ വാങ്ങിയിട്ട് സോപ്പ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പേസ്റ്റ് വാങ്ങാണ്ട് ഓർമ്മിപ്പിക്കണേ, ഞാൻ ഇതിൽ എഴുതിയിട്ടില്ല. പേസ്റ്റ് ഉണ്ട്, വേറൊരു പേസ്റ്റ് കണ്ടെച്ച് അത് വാങ്ങാൻ നല്ലതെന്ന് കേട്ടു. ഗോൾഗേറ്റിന്റെ ഒരു പേസ്റ്റ്. മക്കളെ ഒന്നും കൂട്ടാണ്ട് വന്നോണ്ട് ആദ്യം നമുക്ക് ഫിറോയിൽ വന്നിട്ട് ട്രോളി എടുക്കണ്ടേ.
അവിടെ മേലെ ഉണ്ടാവുമല്ലോ, ഉണ്ടാവാൻ ചെറിയ ട്രോളി അല്ലേ? എന്നിട്ട് വേണമെങ്കിൽ താഴെ വന്നിട്ട് വലുതാക്കാം. ആ ഓക്കെ. അപ്പൊ 1 അല്ലേ? അപ്പൊ 0 ഇപ്പൊ വെറുതെ ഓപ്പൺ ആവട്ടോ. എങ്ങനെയുണ്ട് ഞങ്ങൾ? നന്നായിട്ടുണ്ട്. ഞാൻ ആകെ ഒരു പുള്ളിയുണ്ട്. പുള്ളി സോറി ഗൈസ്, ഇവിടെ അല്ല. ഓണത്തിന്റെ ഓഫർ ഉണ്ടാവുമായിരിക്കും. ഓഫർ ഇടാൻ തിരക്കുണ്ടല്ലോ. തിരക്കുണ്ട്. നാളെ ഇതല്ലേ, വീക്കെൻഡ് അല്ലേ? മുന്നേ ഇന്നലെ വന്നിട്ട് പറഞ്ഞു വ്യാഴാഴ്ച നാളെ നിനക്ക് വീക്കെൻഡ് അല്ലേ? ഓള് ബഹ്റൈനിൽ വരികയാണേ. നമുക്ക് ഉള്ളിൽ കയറിയിട്ട് വീഡിയോ എടുക്കാട്ടോ. തന്നെ ഒരു കോൾഗേറ്റിന്റെ ഇതൊക്കെ കോൾഗേറ്റാ. അത് ക്ലോസപ്പ് ആണ്. കോൾഗേറ്റ് വന്നിട്ട് ക്ലോസപ്പ് എടുത്ത് സോറി മാറിപ്പോയതാ. ഇതെന്ത് ഇത്ര വലിയ വലുതാ? 5 വാങ്ങിക്കോ. 415. 415 ഇപ്പൊ കൂടുതൽ വല്ലേക്കണോ? അല്ല ഇതിലുണ്ടാവും, ഉണ്ടാവില്ല ഇതില്. റിമൂവ് സർഫേസ് സ്റ്റെയിൻസ്, അതാണ് സ്റ്റെയിൻ. വല്ലാണ്ടില്ലേ ഒരു സ്റ്റെയിൻ ഉണ്ട്, അത് പോയിക്കോട്ടെ എന്ന് വെച്ചിട്ടാ. ഓഫർ കോൾഗേറ്റ് മാക്സ് ഫ്രഷ് അത് വേണ്ട, വാങ്ങണം. മറ്റേത് ഉണ്ട്, പൊരയിലുണ്ട് പേസ്റ്റ്, പക്ഷെ നോക്കിട്ട് അതിന്റെ ഇതുണ്ടോ? സിംഗിൾ പീസ് ഇതല്ല, ഇതാണോ? അല്ല, അത് വിസിബിൾ വൈറ്റാ. നോക്കിയിട്ട് വാങ്ങാം. അതന്നെയാ, അത് വിഷുവിനല്ലേ? വിഷുവിന്റെ ബർത്ത്ഡേ ആണ് നാളെ. അപ്പൊ എന്തെങ്കിലും വിഷുവിന് വാങ്ങണം. ഞാൻ ഓൾറെഡി വാങ്ങി, സ്വന്തം തള്ള ഒന്നും വാങ്ങിയിട്ടില്ല. തള്ള എന്താ വാങ്ങിക്കൊടുക്കുന്നറിയോ? വാങ്ങിക്കൊടുക്കില്ല. ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് നിങ്ങൾ എവിടെയെങ്കിലും കേൾക്കണം, ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് കുട്ടിക്ക് പല്ലിന് ക്ലിപ്പ് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. അതല്ല, നാളെ ക്ലിപ്പ് ഇടാൻ തീരുമാനിച്ചിരിക്കണേ. അപ്പൊ ഓൾറെഡി ഓളെ ബർത്ത്ഡേ എന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു ഇന്ന് എന്റെ ഗിഫ്റ്റ് അത്. അയ്യോ, രണ്ടാളെ പല്ലും പ്രോബ്ലം. ക്രീം ഒല വേണോ? പിന്നെ കുട്ടികളെ പ്രശ്നം സെറ്റാ. 299. 199. ഇതില് 199 ഒരു പാക്കിനാ, 8 പീസിന്. ഇതിനാണ് 199. ഇല്ല, ഇതിന് 199. നമുക്ക് ഇതൊക്കെ വാങ്ങി വെച്ചാൽ മതിയല്ലേ, നമ്മൾ എവിടെയെങ്കിലും ടൂറൊക്കെ പോകുമ്പോ. മിസ്സായി പോവല്ലോ പോയി വരുമ്പോ. അങ്ങനെയല്ല, ഓരോന്നും എടുത്തിട്ട് വേണ്ട. നല്ലതല്ലേ ഒരു പാക്കൊക്കെ വാങ്ങി വെച്ചാൽ. പക്ഷെ ഇനി പാമ്പേഴ്സ് വാങ്ങണം. പാമ്പേഴ്സ് നമ്മള് നെക്സ്റ്റ് ഒന്ന് കാണിച്ചു കൊടുക്കുക എല്ലാവർക്കും. നെക്സ്റ്റോ ഡാസ്ലറിൽ കൊണ്ടുപോകും. മീഡിയം അല്ലേ? മീഡിയം പോരെ? മീഡിയം മതി. ആ ചെറിയ പാക്കാ? അത്ര തന്നെ. ആ പാക്കറ്റ് നമ്മൾ സ്വാഭാവികമായിട്ട് മാറ്റി. ഇതാണ് മേടിക്കുന്ന എപ്പോഴും? ആണോ? ഇല്ലല്ല, ഇതാണ്. അടിച്ചിട്ടില്ല കേട്ടോ. കുറച്ച് ഇതടിക്കാൻ പറ്റൂല. ഇതൊക്കെ നോക്കിയോ? ഇതൊക്കെ നോക്കിയോ? മനസ്സില വൈറ്റ് സ്മോക്ക്. ഇത് രസം. പ്ലമ്മിന്റെ കുഴപ്പമില്ല. ലോങ് ലാസ്റ്റ് ചെയ്യണം. ജാഫർ അടിക്കുന്ന ചിലത് അതാണ്. ഇനി ജാഫർക്ക് ഇതെങ്ങനെ അടിക്കറിയോ? കുറേ ഉണ്ടാവില്ലേ? ഒരു 10 സ്പ്രേ ഉണ്ടെങ്കിൽ 10 സ്പ്രേ അടിക്കും. ഞാൻ സീരിയസ് ഞാൻ പറഞ്ഞതാണ്. അതായത് 10 സ്പ്രേ ഉണ്ടെങ്കിൽ 10 അടിക്കും. എല്ലാം അടിക്കും. കുറച്ച് സെലക്ട് ചെയ്യുന്ന 3 സ്പ്രേ, അതിങ്ങനെ 3 സ്പ്രേ പ്ലസ് 3 അത്തർ. എന്നിട്ട് വെറുതെ അത് ഇത് പറയും. എന്നിട്ട് ആരെങ്കിലും ചോദിക്കും ഏതാ ജാഫറെ എൻ്റെ ഇത് എന്താണ് എന്താ പറയാം അത് പിന്നെ ഇത് എന്നൊക്കെ പറയും. ഞാൻ ചോദിക്കാം, പിന്നോട് ആരെയും ചോദിക്കാം ജാഫർ ഏത് സ്പ്രേ യൂസ് ചെയ്യുന്നത്, എനിക്ക് പറയാൻ നല്ല പത്രല്ലേ? ഫോൺ അവിടെ വെച്ചിട്ടുണ്ട്, മറക്കുന്നു. 199. ഞങ്ങളത് ഇതിന് 119. അപ്പൊ ഇതിനാ 119. എല്ലാത്തിനും 119. 999 പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു അല്ല 119. സോറി, പക്ഷെ നമ്മൾ അന്ന് വന്നപ്പോ
ഓരോ സെക്ഷനില് പക്ഷെ നല്ലത് നല്ല വൃത്തി. ഓരോ ഡിസൈനിലുള്ള ഇതായിരുന്നു. ഇത് കാണാൻ ഒരു പ്രത്യേക ഇല്ല. ഇത് നല്ലതല്ല. അത് വേണ്ട, ഇതെടുക്കാം. ഇതോ? ഇതെന്തിനാ? ഇത് നമ്മളൊന്ന് വാങ്ങിയല്ലേ? ഇത് തീർന്നോടെ? ഇത് തീരെ ഇതൊന്ന് വാങ്ങി. ഇത് തീർന്നില്ലേ? ഞാൻ ഉദ്ദേശിച്ചത് ഇത് തേഞ്ഞു പോലേ. ഞാൻ ഉദ്ദേശിച്ചത് യൂസ് ചെയ്തിട്ടിങ്ങനെ എന്തിലാവല്ലോ യൂസ് നല്ല അടിക്കാം. അടിക്കാം മക്കൾ. ഞാൻ അധികം ഐശോണിയുടെ പോലെയൊക്കെ പണ്ട് ഒരു എന്റെ ആയതാ എന്റെ ആയതാട്ടോ. ഞാൻ ഇപ്പൊ നിർത്തി. പാതകള് വലിയ കിട്ടലില്ല. നിങ്ങൾ ഇത് ടിഷ്യൂ എടുത്തില്ല? എന്താ ടിഷ്യൂ ടിഷ്യൂ അങ്ങനെ മൊത്തം കമ്മല് ഒക്കെ രസമുണ്ടല്ലേ? മിറർ ഉണ്ടോ? സാമ്പാർ മസാല ഹെവി ഹെവി. നമ്മള് എന്താ പറയാ, കല്യാണം ഭംഗിയുണ്ടല്ലേ? ആ പക്ഷെ കല്യാണമൊക്കെ വേണം. കല്യാണങ്ങളൊക്കെ ഉണ്ട് സുഖം. എനിക്ക് തോന്നണേ ഇപ്പൊ ഓണല്ലേ, ഓണത്തിന് നല്ല ജിംക്കി രസമുണ്ട്. ഞാൻ സാരിയൊക്കെ നിങ്ങള് പന്തലൂർ പന്തലൂർ പോവല്ലേ? ഞാൻ പന്തലൂർ പോകും. വെക്കേഷൻ കുപ്പിയോളം. പക്ഷെ ഇത്ര ചക്ക കൈയുള്ള ആരുള്ളത്? പിന്നെന്താ? പിന്നെ ഇതൊക്കെ നല്ല കളറ്, നല്ലൊരു കളറ്. ഇതൊക്കെ കമ്പി കേട്ടോ. എത്ര? 169 റുപ്യ കുപ്പികളൊക്കെ. അപ്പൊ ഇതെങ്ങനെ ഇട്ട് വെക്കുക? അങ്ങനെ ഇടാലോ. പക്ഷെ എനിക്കൊരു ബാഗ് വേണം. എടുത്തോ? നല്ല ലൂസായി കിടന്നോട്ടെ. മാറ്റാൻ കഴിയോ ഇവിടെ? ഇല്ല മാറ്റാൻ കഴിയും. ഇത് ഭയങ്കര ഓവർ സൈസ് ആയിരിക്കും. ഞാൻ വെച്ച് കൊറേ നേരം ജാഫർഖാന്റെ പുറകിലാരെ ജാഫർഖാൻ നോക്കിക്കിടും. നമ്മളിങ്ങനെ നോക്കുമ്പോ നമ്മളെ കണ്ണിലിങ്ങനെ പെടുമല്ലോ. ആരും നിൽക്കുന്ന പോലെ. മീഡിയം എക്സലിന് തൊട്ടായതാ? ലാർജ് അല്ല മീഡിയം. അത് ലാർജാ? അതായിരിക്കും ബെറ്റർ അല്ലേ? അതാ ഇതാണല്ലേ? ഇതൊക്കെ ബോഡി ലൂസ് ആയിരിക്കും. ഇതെടുക്കാം അല്ലേ? ഇതല്ലേ നല്ലേ? അല്ല ഞാൻ എടുക്കണോന്ന്. ഡ്രസ് എടുക്കണോ വെച്ച്? ഏതാ മീഡിയം ആണോ ലാർജ് ആണോ? മീഡിയം അല്ലേ? മീഡിയം ആയിരിക്കും. ലാർജ് വേണോ? ലാർജ് മതി. മീഡിയം ഇറക്കത്തിന്റെ വിഷയം വരുമോ? വലുതല്ലേ? ഓവർ സൈസ് അല്ല വലിപ്പുണ്ടാവും. ഓക്കെ അതിലൂടെ എത്തൂല. ഇപ്പൊ മനസ്സിലായില്ലേ? എന്ത് ഇതിന്റെ ഹൈറ്റ് ഒക്കെ ഒന്ന് കുറക്കാൻ പറയണേ. എത്തൂല്ല. ഹൈറ്റ് ഒരു അഹങ്കാരം തന്നെയാണ്. അല്ലോ എനിക്ക് കമന്റ്സ് വരും അവളൊരു ഹൈറ്റ്. നല്ല ചെരുപ്പുണ്ട്. ഞാൻ ഇട്ട അതേ മോഡൽ ചെരുപ്പ്. ഇത് ബോയ്സ് ടൈപ്പ് ആട്ടോ ചെരുപ്പ്. അത് മനസ്സിലായിട്ടില്ല. നമ്മക്ക് ആക്ച്വലി സാധനം എടുക്കാനുള്ളത് തായെന്നാണ്. വെറുതെ എന്തെങ്കിലും കിട്ടിയാലോ എന്ന് വെച്ചിട്ട് ഇങ്ങനത്തെ പാന്റ് എടുക്കാനാ ജാഫ ഞങ്ങളോട് പറയുന്നത്. ഇതല്ലേ നല്ല പാന്റ്? മീൻസ് വെച്ചാല് ഇതല്ല കേട്ടോ. അത് അതെ ഞാൻ ഇത് വീട്ടിലൊക്കെ ഇടാനല്ലേ? ജാഫറിന് ഞാൻ പറയാം ഇത് വീട്ടിലിടക്കാൻ പറ്റുന്നല്ലേ? ഓട്ടിച്ചു വിടുന്ന പോലെ ട്രൗസർ വേണോ? നല്ല ജീൻസിനൊക്കെ ട്രൗസർ ഉണ്ട്. വേണ്ട അതോടല്ലേ ഓട്ടിച്ചു അതൊക്കെ വൈറ്റ് സ്കേർട്ട് അല്ല. ഇത് സ്കേർട്ടല്ല. ഇതാ ജാഫ ഇല്ല ഇഷ്ടമുള്ളതാ. കളർ കോഡിൽ ഐസിക്ക് ഓണപരിപാടിക്ക് വേണം. പക്ഷെ മുണ്ട് പാടില്ല. ഒന്നില്ല ജീൻസും ഷർട്ടും, അല്ലെങ്കിൽ പൈജാമ കുർത്ത.
പക്ഷോ ലൂയിന്റെ സൈസ് ഇല്ലേനു. ലൂയിക്ക് വേണ്ട, ലൂയിക്ക് ഐസിന്റെ തന്നെ ഉണ്ട്. ലൂയി പാവട്ടോ. എല്ലാ സെക്കൻഡ് രണ്ടാമത്തെ അല്ല അത് രണ്ടാമത്തെ കുട്ടികൾക്കുള്ളതാണ്. കുട്ടിക്ക് എല്ലാം കിട്ടും. നടുവിലുള്ള കുട്ടികൾക്ക് മൂത്തതിന്റെ ഉണ്ടല്ലോ എന്നിട്ട് ഒന്നും കിട്ടൂല. പക്ഷെ ഇളയ കുട്ടി പിന്നെ മൂന്നാമതൊരു കുട്ടി ഉണ്ടെങ്കിൽ ചിലപ്പോൾ ലേറ്റ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. ഓർക്ക് നല്ലോണം കിട്ടും. നല്ലോണം കിട്ടും. ഇത് മൂത്തതാ, ഇതിനെല്ലാം കിട്ടിയേക്കണേ. ഞാനും ജാഫർക്കൊക്കെ നടുപ്പീസുകളെ എന്റെ പയത് അങ്ങനെ ഉപയോഗിക്കേണ്ടെന്ന് വന്നിട്ടില്ല. നിങ്ങളെ ചുരിദാറിട്ട് ജാഫർക്ക് കിടക്കാൻ പറ്റും. അതുകൊണ്ട് അങ്ങനെ അങ്ങനെ പറ്റൂല. സനൂനുണ്ടായിരുന്നു. കാരണം നമ്മളെ ടൈമില് ചെറുപ്പല്ല ഇവിടെ ഐസിക്ക് നല്ല കിട്ടിയേക്കണ്. ഐസിക്ക് നല്ലോണം കിട്ടിയേക്കണ്. ലൂയിക്ക് നമ്മളെ ഇന്ത്യയിലെ ഇഷുവിന് നല്ലോണം കിട്ടിയേക്കും. നല്ല രൂപയ്ക്ക് പറഞ്ഞ പോലെ ഒന്നും കിട്ടിക്കില്ല. ഇതൊക്കെ ഇതെല്ലാം ഇതെത്ര 599 അവിടെ കൊടുത്തിക്കണ്. ടീഷർട്ടിനാണ് 199. അപ്പൊ ഇതോ സെറ്റ് അത് വേറെ എടുത്തതാണ്. ആ ശരി, ആ സൈഡാ. ആ സൈഡത്ത് ആരോ ഇവിടെ കൊണ്ടുപോയി വെച്ചതാട്ടോ. ഇത് എവിടുന്ന് അതെത്ര? 599. പക്ഷെ ഇത് ഇഷ്ടമായ എനിക്ക് കളർ ഇഷ്ടമായത്. ഇതിന്റെ ചെറുതുണ്ടാവൂല, ഒരേപോലെ ഇട്ട് കൊടുക്കുന്നില്ലേ? നല്ല രസം. പക്ഷെ നല്ല തുണി എന്നറിയോ, ഒന്നും ആവൂല. നല്ല 7 to 8. ഒന്ന് വാങ്ങിയാലോ? 299 ആണ് ഇതിൽ കാണിക്കുന്നത്. പക്ഷെ ഇതുമേല് റേറ്റ് കൊടുത്തത് 499. അത് വെട്ടിയിട്ടുണ്ട്. ആ അപ്പൊ ഒന്ന് ഞാനിതെടുത്തു. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ പറ്റില്ല. ഇതിന് വേറെ ഉണ്ടാവില്ലല്ലേ? ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ മൂത്ത കുട്ടിക്ക് എല്ലാം കിട്ടും എന്നുള്ളത്. കണ്ടോ, മൂത്ത കുട്ടിക്ക് ഐസിന് വാങ്ങി, ലൂയിക്ക് വാങ്ങിയില്ല. സൈസ് ഇല്ല. അതൊക്കെ നല്ല കളറ്, നല്ല രസമുണ്ട്. ഇതെടുത്ത മഞ്ഞ ഒക്കെ 7 to 8 ആണ്. ഇതൊക്കെ 7 to 8. 3 to 4 ഇതുണ്ട്. അത് രസമുണ്ടാവും എനിക്ക്. വൈറ്റ് ഉണ്ട്. പക്ഷെ വൈറ്റ് ക്ലോത്ത് വേറെ. അതൊക്കെ 599 കേട്ടോ. അതിൽ ഓഫർ ഉണ്ടാവില്ല. 499 മാത്രമേ ഓഫർ ഉള്ളൂ തോന്നുന്നു. അപ്പൊ ഇനി നമുക്ക് താഴേക്ക് പോവാം. താഴെ പോവല്ലേ? മാറ്റാൻ പറ്റൂലല്ലോ. എനിക്ക് ആ കളർ നല്ല ഇഷ്ടമായി. ഞാൻ ഇത് പിടിച്ചിട്ട് കേരളില്ലേ? ഈ കളർ നല്ല ഭംഗിയുണ്ടല്ലേ? അത് രസമുണ്ടാവും. പക്ഷെ അധികം 7 to 8 years ആയതുകൊണ്ടാണ്. ശരിക്കും വയസ്സുകൊണ്ട് ഓക്കെയാണ്. പക്ഷെ വലിപ്പല്ലോ ജാഫർക്ക് വീടെടുത്തോണ്ട് പോട്ടോ. ഇങ്ങനെ നല്ല സുഖം ഉണ്ടല്ലേ? ഇങ്ങനെ നടക്കാനൊന്നും വയ്യ, പ്രായമായില്ലേ? ഈ ഏജിൽ തന്നെ മക്രോണി വേണം. മക്രോണി ഞങ്ങളെ ദേശീയ ഫുഡാണ്. ദേശീയ ഫുഡ്. ചായപ്പൊടി ഏതാ വേണ്ടത്? കണ്ണന്തേവനാ? കണ്ണന്തേവൻ മതിയോടാ. നെസ്ലൈൻ്റെ എടുത്ത് നോക്കാം. പിന്നെ റിപ്പിൾ ഉണ്ട്. റിപ്പിൾ നല്ലതാന്ന് തോന്നുന്നല്ലേ? റിപ്പിൾ സ്ട്രോങ്ങാ. പിന്നെ ടെസ്റ്റ് ചെയ്യാതെ എടുത്തിട്ടും ഇതെടുത്ത് നോക്കാം. ഒന്ന് ട്രൈ. അതാ പോയി ഓരോരുത്തും പോയി തട്ടോ. പുട്ടുപൊടിയോ? പുട്ടുപൊടി അവിടെ ഉണ്ട് തോന്നുന്നു. ഉണ്ടോ? ഓക്കെ. ഒരു ലിറ്റർ ഇത് പായസം മിക്സാ. ഇതെന്ത് പായസം? ടെൻഡർ കോക്കനട്ട്. ഇളനീർ പായസത്തിന്റെ മിക്സ്. ഒന്ന് വെക്കാം നമുക്ക്. നാളെ ഇഷുവിന്റെ ബർത്ത്ഡേ അല്ലേ? ഇഷുവിന് വേണ്ടി നാളെ പായസം. ചവ്വരിയാണ്. ഇളനീർ ചവ്വരി പായസമാണ്. മറ്റേതാണല്ലേ? രസം ഉണ്ടാവില്ല. അതൊക്കെ പറ്റാൻ ചാൻസ് കുറവാണ്. എന്തായാലും ഒന്ന് വാങ്ങാം, ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാലോ. ഓക്കെ. പിന്നെ ഇങ്ങനെ ബാക്ക് അടിച്ച് പോവോ? നമ്മള് നോക്കുക. ഞങ്ങളിങ്ങനെ ബാക്ക് അടിച്ച് പോവാം. സ്റ്റോപ്പ്. ചിക്കൻ മസാല വേണം. മുളക് പൊടി ഉണ്ടോ? ചില്ലി കാശ്മീരി ചില്ലി പൗഡർ വേണം. സാമ്പാർ ഇത്ര വലുത് വേണ്ട അല്ലേ? ചെറുത് മതി. സാമ്പാർ പൊടിയൊക്കെ ഒരു ഇഷ്ടം പോലെ ഉണ്ട്, കുറേ ഉണ്ട് സാമ്പാർ. പിന്നെ പുളിയുണ്ട്. ഇനി വേണ്ടത് നമുക്ക് വെളിച്ചെണ്ണ വേണ്ട? വെളിച്ചെണ്ണ ഉണ്ട്. ഉണ്ടോ? മാഗീൻ്റെ ഇല്ല. മാഗീൻ്റെതില്ല. മാഗീൻ്റെത് വലുതാ ഉള്ളത്. ഇത്
ഒന്നും കൂടെ ഒഴിക്കണോ? കോക്കനട്ട് മിൽക്ക് പൗഡർ സാധാരണ ഞങ്ങൾ ചെറുതാ വാങ്ങല്. ചെറുതാകുമ്പോ ചെറിയ പാക്കറ്റുകൾ വാങ്ങിയാല് അതിൽ അല്ല, ഇത് വലുതല്ല. ഇത് പൊട്ടിച്ചാ പിന്നെ നമുക്കിങ്ങനെ മറ്റേതങ്ങനെ ചെറിയ ചെറിയ പാക്കറ്റ് ഉണ്ടാവുമല്ലോ, അങ്ങനത്തെ മേടിക്കും. അത് നമുക്ക് ഒന്ന് യൂസ് ചെയ്താൽ പിന്നെ പാക്കറ്റ് എടുത്തേക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ ഈ അരി വാങ്ങി പഞ്ചസാര എടുത്തിട്ടില്ല കേട്ടോ നമ്മള്. പഞ്ചസാര അവിടെ ഓഫറിൽ കണ്ടല്ലോ. നാളത്തെയാ? ഇപ്പൊ സമയായില്ലേ, 9:30 ഒരു നാളത്തേക്ക് സെറ്റ് ആക്കി വെക്കാണ്. ചിക്കനും നാളെ പറഞ്ഞത്. ചിക്കനും കിട്ടിയില്ല. നല്ല ഓഫർ. നാളെ 119. ചിക്കനോ? ഉമ്മച്ചി ഓടിക്കുന്നു ചിക്കൻ വാങ്ങിയിട്ടില്ലെങ്കിൽ. ഉമ്മച്ചിക്ക് ഇവിടുത്തെ ചിക്കനോട് ഒരു പ്രത്യേക. ഉമ്മച്ചിക്ക് നെസ്റ്റോത്തെ ചിക്കൻ എന്ന് പറയും. അപ്പൊ ഇനി നമുക്ക് പഞ്ചസാരൊക്കെ എടുത്തിട്ട് പോവാം. വെള്ളം പോകുന്നുണ്ട്. നെല്ലിക്ക ഫുള്ള് വേണ്ട. പൈനാപ്പിൾ, മാംഗോ, മെക്സിക്കൻ സാലഡ് അതൊരു 49, ഒരു 100 ഗ്രാം ഒക്കെ മതി അല്ലേ? 100 പൈനാപ്പിൾ. ഗ്രീൻ ആപ്പിൾ എടുക്കണോ? ഞാൻ തന്നു. നന്നായി എന്താ കുറച്ചെടുത്താ മതിയല്ലോ. 50 100 150 എടുത്തോ. അതെടുത്തോ. തുറമാങ്ങ എടുത്തോ. നല്ല ഫേവറേറ്റ് ആണ്. അത് വേറെ അതെടുക്കും. പിന്നെ അതല്ലേ പറഞ്ഞേ. ഇതെന്താ വെള്ളം പോകുന്നുണ്ട്. അത് പോകുന്നുണ്ട്. അത് ഇതാക്കണ്ട. ഇല്ല, അതുപോലെ പാക്ക് ചെയ്ത് തരും. ശരി. സാധനമായിരിക്കും. ഇതെടുക്കട്ടെ, പേരൊക്കെ എടുക്കട്ടെ. പിന്നെ കഴിക്കോ വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ശരി? പിന്നെ സ്പൈസി നെക്സ്റ്റ് പൈനാപ്പിൾ വിത്ത് സ്പൈസി. ബ്രൗണി അത് അത്ര ഈ ഒരു ബോക്സ്. അതിന് ചെറിയ പാക്ക് അല്ലേ? ചെറുത് മതി. അതാകുമ്പോ എത്ര എണ്ണം വേണം? ആണോ? അതിലെത്ര എണ്ണം ഉണ്ട്? ഒന്ന് മതിയോ? ഭാവി നീ പൈനാപ്പിൾ ഇത് എടുത്തതാ? തുറമാങ്ങ എടുത്തതാ? ഞാൻ എടുത്തു. ബ്രെഡ് ഒന്നും വേണ്ടല്ലോ. ഭാവി ഉണ്ടോ? ഇതെന്താ നോക്കിയോ? ഇതാണ് ഹണി. മറ്റേ ഹണി ഡ്രൈ ഫ്രൂട്ട് വിത്ത് ഹണി ഇല്ല. സ്പ്രൈറ്റ് അതാ. പക്ഷെ ഇത് വരുമ്പോ വേണമെന്ന് പറഞ്ഞതുകൊണ്ട് അതൊക്കെ പറഞ്ഞ് സോപ്പ് ഇട്ടിട്ടാണ് നിർത്തിയിരിക്കുന്നത് അവിടെ. അതുകൊണ്ടാണ് വേറെന്താ? അപ്പൊ ഇനി ഇവിടുന്ന് ഇറങ്ങട്ടെ. പിന്നെ ഇനിയിപ്പോ എന്താ ബില്ലാക്കണം കഴിച്ച് ഞങ്ങൾക്ക് ബില്ലാക്കി ഇവിടുന്ന്. ബില്ല് ചെയ്തെന്നാല് കഴിയട്ടെ. അവിടെ കഴിഞ്ഞിട്ടില്ല. എവിടെ ബേക്കറി? അവിടെ ബേക്കറി. അപ്പൊ നമ്മുടെ പർച്ചേസ് ഒക്കെ കഴിഞ്ഞ് സോറി മൈക്ക് അഫർക്കാൻ്റെ കയ്യിലല്ലേ? അപ്പോ സമയമായതുകൊണ്ട് എത്ര തിരക്ക് തോന്നില്ലേ? തിരക്കില്ല എത്തത്. അല്ലെങ്കിൽ ഭയങ്കര തിരക്കായിരിക്കും. അഫർക്ക ബില്ലൊക്കെ ചെയ്യട്ടെ. അപ്പൊ ഗൈസ് ഞങ്ങളെത്തി, തിരിച്ച് വീട്ടിലെത്തി. നമ്മള് നേരത്തെ വാങ്ങിയ മാങ്ങ ഉപ്പിലിട്ടത്. സ്പ്രേ മാങ്ങ കൂടി മിക്സ് ആണ്. മാങ്ങക്ക് ടച്ചിങ് മണം. ടച്ചിങ് പുളിണ്ട്. വാങ്ങണോ? പിന്നെ ഇതും പിന്നെ കൈതച്ചക്ക. എന്താണ് കൈതച്ചക്ക? ചെറുപ്പാക്ക് വേണോ?
എനിക്കിത് ഇഷ്ടം. റുബ അങ്ങനെ പേടിക്കണ്ട, ഒന്ന് ബാക്കി വെക്കാട്ടോ. റുബ കൊതിച്ചിട്ട്. ഇപ്പൊ തീർക്കുന്നു. പക്ഷെ ഇത് ഒന്നും കൂടി ഒരു ഞാൻ കുറച്ചും കൂടി പിടിക്കണ്ടായിരുന്നു. അല്ല ഇത് ഓക്കെയാണ്, ഇതൊന്നും കൂടെ ആവാണ്. ഞാൻ ഇതും കൂടി കുറച്ചും കൂടി മധുരം പ്രതീക്ഷിച്ചു. അപ്പൊ അങ്ങനെയൊക്കെയാണ് ഗൈസ്. എന്തൊക്കെയോ വാങ്ങിച്ചു. ആ നാളെ അരി വാങ്ങി കാര്യായിട്ട് അതന്നെ. ആ തോന്നുന്നുണ്ടോ അരി വാങ്ങി. പിന്നെ നാളെ ഇസുവിന്റെ ബർത്ത്ഡേ ആണ്, കേക്ക് ഉണ്ട്. രാത്രി 12 മണിക്ക് ഞങ്ങൾക്ക് വയ്യ, ഉറക്കം വരുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ കേക്ക് കട്ടിങ് രാവിലെ 9:30 കേക്ക് മാറ്റി വെച്ചിരിക്കുന്നു. പിന്നെ ഇവരൊക്കെ ഉറങ്ങിയിരിക്കും 12 മണിക്ക്, കുട്ടികളൊക്കെ. 9:30 പോണ്ടത്, അവിടെ എത്തണ്ടേ? അല്ല 10 മണി. എന്തേ 9:30? 10 മണി. ദോശയും ചട്നി. അപ്പൊ ഗൈസ് കുട്ടികൾക്കൊക്കെ ബ്രോസ്റ്റഡ് വാങ്ങി കൊടുത്ത് ഞങ്ങള് കേരള തട്ടുകടയിൽ നിന്ന് കുറച്ച് ഭക്ഷണം കഴിച്ചിരുന്നു. കുറച്ച് ഭക്ഷണം, കുറച്ച് ലിറ്റിൽ 12. അപ്പൊ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. ഉറക്കം വരുന്നു. അതെ, അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബ്, ഷെയർ, കമന്റ്, ലൈക്ക്. ഓക്കെ, ബൈ ബൈ. പുതിയ വീഡിയോ വരുന്നതിന് മുന്നേ ബൈ.